ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വെറുതെ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ചൂടാണ് കേട്ടോ ഗൈസ് ഇവിടെ. സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിന് വരെ ചൂടായി. നമുക്കേതായാലും സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറാം. അപ്പോൾ ഗൈസ്, ഞാനേതായാലും ഇവിടെ പുതിയൊരു വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബൈക്കാണ് എടുത്തത്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടറാണ് കേട്ടോ ഗൈസ്. ഇത് നൈസ് വണ്ടിയാണ്. പിന്നെയില്ല ഗൈസ്, ഞാനാണെങ്കിൽ ഒരു കാറും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടൊയോട്ടയുടെ കാറാണ്. അതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പിന്നെ പറയാം കേട്ടോ ഗൈസ്. നമുക്കേതായാലും ഇപ്പോൾ നമ്മുടെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാം. കുറച്ച് നാളായിട്ട് ഞാൻ വർക്കൗട്ടൊന്നും ചെയ്തില്ല. ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇന്നാണ് ആ കാറിൻ്റെ ഡെലിവറി എടുക്കുന്ന ദിവസം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ അവർ ഷോറൂമിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാണോ വിളിക്കണം? നമുക്കേതായാലും ഈ ത്രെഡ്മില്ലിൽ കിടന്ന് ഓടാം. ഗൈസ്, എനിക്കൊരു കോൾ ഉണ്ട്. ഇത് ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്നാണ്. ഹലോ. ഹലോ സാറേ, നമ്മൾ ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്നാണ് വിളിക്കണത്. അപ്പോൾ സാറൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഡെലിവറി എടുക്കണേ എന്നാണ്. അപ്പോൾ സാറ് പെട്ടെന്ന് ഏതായാലും ഒന്ന് ഷോറൂമിലോട്ട് വരാമോ? അതിനിപ്പോൾ എന്താ, ഞാനിപ്പോൾ തന്നെ വരാം. ശരി സാറേ, താങ്ക് യു. അപ്പോൾ ഗൈസ്, ഷോറൂമിൽ നിന്ന് ഏതായാലും നമ്മുടെ അടുത്ത് ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇനി വണ്ടി എടുത്ത് നേരെ ഷോറൂമിലോട്ട് പോവാം. പൈസ കുറച്ച് ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ബാക്കി കൊടുക്കാൻ പൈസയില്ല. അത് നമുക്ക് ഒന്നെങ്കിൽ EMI ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് പൈസ ഉള്ളപ്പോൾ നമുക്കത് മൊത്തത്തോടെ അങ്ങ് പോയി അടയ്ക്കാം ഗൈസ്. അതായിരിക്കും നല്ലത്. അപ്പോൾ ഗൈസ്, ഞാനേതായാലും ഇവിടെ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ്, ഈ ചേട്ടനെ കണ്ടോ? ഈ ചേട്ടനാണ് നമ്മളിപ്പോൾ വിളിച്ചായിരുന്നത്. അതെ ചേട്ടാ, ഹലോ, ഞാൻ വന്നു. ഓക്കെ ഗൈസ്, ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ വണ്ടിയൊക്കെ ഡെലിവറി എടുത്തു. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ വണ്ടി. നിങ്ങൾ ചിലപ്പോൾ ഫോർച്യൂണർ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഫോർച്യൂണർ അല്ല ഗൈസ്. ഇത് നമ്മുടെ ഇന്നോവയാണ്. ഇന്നോവ ക്രിസ്റ്റയാണ് കേട്ടോ ഗൈസ്. ഇത് ഇന്നോവനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു വണ്ടിയാണ് ഇന്നോവ. അപ്പോൾ ഗൈസ്, ഞാനെടുത്ത് അങ്ങനെ ഏതായാലും ഇന്നോവ ക്രിസ്റ്റയാണ്. ഇത് പുതിയ മോഡൽ ക്രിസ്റ്റയാണ് കേട്ടോ ഗൈസ്. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി ഒന്ന് മോഡിഫൈഡ് ചെയ്താലോ ഗൈസ്? നമുക്ക് ഒത്തിരി മോഡിഫൈഡ് ഒന്നും ചെയ്യണ്ട, ചെറുതായിട്ട് വല്ല കളറോ വല്ല മാറ്റാം. എനിക്കിവിടെ അറിയാവുന്ന ഒരു ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ആ വർക്ക്ഷോപ്പ്. നമുക്ക് ഏതായാലും വണ്ടി ഇവിടെ കൊണ്ടുവന്നിടാം. പുള്ളീനെ ഇവിടെ കാണാമല്ലോ കേട്ടോ ഗൈസ്. നമുക്ക് ആ ചേട്ടനെ ഒന്ന് ഫോണിൽ വിളിച്ച് നോക്കാം. നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. പുള്ളി വണ്ടി സെറ്റപ്പായിട്ട് പണിത് തരും. നമുക്ക് ഏതായാലും ഫോൺ എടുത്ത് വിളിച്ച് നോക്കാം കേട്ടോ ഗൈസ്. ചേട്ടാ, എന്തായി, വണ്ടി റെഡിയായാ? വണ്ടിയൊക്കെ സെറ്റാടാ. നീ വേണമെങ്കിൽ നോക്കി നോക്ക്. ഞാൻ നല്ല കിടിലനായിട്ട് പെയിൻറ്റ് മാറ്റി അലോയ്സും മാറ്റിയുണ്ട്. നീ ഒന്ന് കണ്ടു നോക്ക്. ചേട്ടാ, ഇത് നൈസായിട്ട് കേട്ടോ ഗൈസ്. ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ്ടില്ലേ നമ്മുടെ വണ്ടി നല്ല കിടില മഞ്ഞ കളറാക്കിയിട്ട് അലോയ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം തന്നെ വണ്ടിയുടെ ലുക്കങ്ങ് മാറി. ചേട്ടാ, വണ്ടി ഏതായാലും അടിപൊളിയുണ്ട്. അപ്പോൾ എത്ര രൂപയായി? അത് നീ പിന്നെ എപ്പോഴേലും തന്നാ ചേട്ടാ. ഒരു 20,000 രൂപ. അത് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് തന്നേക്കാം. ഗൂഗിൾ പേ ചെയ്തിട്ട് കേട്ടോ. ആടോ, ശരി ചേട്ടാ, ശരി എന്നാൽ. അപ്പം ഞാൻ പോവാണ്. ഇനി ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാം. ശരിടാ. അപ്പോൾ ഗൈസ്, വണ്ടി ഏതായാലും മോഡിഫൈഡൊക്കെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കേതായാലും ഇനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഈ വണ്ടി ഞാൻ ഒത്തിരി ഓടിച്ചില്ല ഗൈസ്. നേരെ ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തു. അയ്യോ, ഗൈസ്, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നൈസായിട്ട് വണ്ടി അങ്ങ് ഡ്രിഫ്റ്റാക്കി നിർത്തി. ഇന്നോവ വരെ ഡ്രിഫ്റ്റ് ചെയ്തു. ഇവിടെ ആണെങ്കിൽ നമ്മുടെ സിറ്റി കൂടെ കുറേ ഫോർച്യൂണറും ലെജൻഡറും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ ഇന്നോവയൊന്നും ആരുടെയും അധികം ഇല്ല ഗൈസ്. ഇവിടെ ചെറുതായിട്ട് പണി വാളിയുണ്ട്. എനിക്ക് ഇവിടെ 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ഇത് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ ഗൈസ്. ഞാൻ ഒന്നും ചെയ്തില്ലോ. ഞാൻ ചെറുതായിട്ട് വണ്ടി മോഡിഫൈഡ് മാത്രമേ ചെയ്തുള്ളൂ. അതും ഞാൻ ഒത്തിരി ഓവറായിട്ടൊന്നും ചെയ്തില്ല. ജസ്റ്റ് കളറും മാറ്റി അലോയ്സും മാറ്റിയുള്ളൂ. അത് ഒത്തിരി തള്ളി നിൽക്കണ അലോയ്സ് പോലും കിട്ടില്ല. എന്നിട്ട് വരെ എനിക്കിവിടെ വാട്ടർ ലെവൽ കിട്ടിയിട്ടോ ഗൈസ്. ഇതേതായാലും പണി വാളി. നമുക്ക് ഏതായാലും ഇനി പോലീസുകാരുടെ അടുത്ത് നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. ഇവന്മാരാണെങ്കിൽ നമ്മുടെ വണ്ടിയിലോട്ടൊന്ന് ഇടിക്കും. നമ്മുടെ വണ്ടിയാണെങ്കിൽ മൊത്തം പൊളിയും ചെയ്യാൻ നേരം. ഇതുണ്ടല്ലേ, ഇവന്മാർക്ക് ഒരു ബോധമില്ല. അവന്മാരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കും. അപ്പോഴാണ് നമുക്കൊരു ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. കണ്ടില്ലേ, ഇവന്മാർ നമ്മുടെ വണ്ടിയിലോട്ടൊക്കെ ഇടിക്കുകയാണ്. ഒരു പോലീസുകാരനെ അവിടെ ചതഞ്ഞു പോയി. അത് കുഴപ്പമില്ല, നമുക്കേതായാലും ഇവിടുന്ന് രക്ഷപ്പെടാം. ഇവന്മാരെന്നെ വരാത്തെ പെട്രോൾ തീർന്നോയാ? അത് ചത്താ? ഗേസ്, എൻ്റെ വണ്ടിയുടെ ഡോറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്.
നമുക്കിനി വേറെ എങ്ങോട്ടേലും പോവാട്ടോ ഗൈസ്. എങ്ങോട്ടാ ഇപ്പോൾ പോണേന്നൊരു ഐഡിയ കിട്ടുള്ള. ഗൈസ് എനിക്കൊരു ഐഡിയ കിട്ടി. നമുക്ക് ഈ ജുറാക്സി പാർക്കിലോട്ടൊന്നും പോകണ്ട. ഇനി നമ്മുടെ പുതിയ സിറ്റിയിലൊരു ടണലുണ്ട് കേട്ടോ ഗൈസ്. അത് പോലീസുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മൾ അതിൻ്റെ ഉള്ളിലിരിക്കണേന്ന്. നമുക്കേതായാലും അങ്ങോട്ട് പോട്ടോ ഗൈസ്. നമ്മുടെ സിറ്റിയിൽ നിറച്ചിപ്പോൾ പോലീസുകാരായുണ്ട്. ആ സിറ്റി എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കുറച്ച് ദൂരമുണ്ട്. എന്തായാലും വണ്ടിയിലാണെങ്കിൽ ഡീസൽ കുറവാണ്. നമുക്കേതായാലും ഇനി ആ സിറ്റി എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. നമുക്കേതായാലും നോക്കാട്ടോ ഗൈസ്. എൻ്റെ അമ്മോ, യുമാർക്കൊക്കെ ആരാണോ ലൈസൻസ് കൊടുക്കണേ? യുമാർക്ക് തന്നെ വരേക്ക് വണ്ടി ഓടിക്കാറില്ല. ഇവിടെ പോലീസുകാരുടെ എണ്ണം കൂടിയിട്ടുണ്ടല്ലോ ഗൈസ്. ഇവിടെ കുറേ ആയി ഇപ്പോൾ. ഓക്കെ ഗൈസ്, ഞാൻ ആ സീക്രട്ട് ടണലിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ ട്രെയിനൊക്കെ പോകണതാണ് കേട്ടോ ഗൈസ്. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി കുറേ കഷ്ടപ്പെട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി കുഴപ്പമില്ല, കണ്ടുപിടിച്ചല്ലോ, അത് മതി. ഇതിൽ കൂടെ ട്രെയിൻ എങ്ങാനും വന്നാൽ ഇപ്പോൾ പണി കിട്ടും. ഇപ്പം ട്രെയിനൊന്നും വന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ. നമുക്കേതായാലും കുറച്ച് ഉള്ളിലോട്ടങ്ങ് കയറി ഇരിക്കാം കേട്ടോ ഗൈസ്. എനിക്കിവിടെ ഒരു സ്റ്റാർ പോയേക്കാണ്. ഇപ്പോൾ ഒരു സ്റ്റാർ വേണ്ട ലെവൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ ഗൈസ്. ഇതിപ്പോൾ തന്നെ പോകുന്നതാണ് എനിക്ക് തോന്നണേ. നമുക്കേതായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഞാൻ ചെറുതായിട്ടൊന്ന് വണ്ടി മോഡിഫൈ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്കും അവന്മാർ ഓരോരോ പണിയൊക്കെ ആയിട്ട് ഇറങ്ങിക്കോളും. ഞാനാകെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ മാത്രമേ ഇതുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മുടെ സ്റ്റാർ ഇവിടെ പോയേക്കാണ്. നമ്മുടെ വാണ്ടർ ലെവൽ മൊത്തം ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം. ഇനി നമുക്ക് വലിയ സീൻ കിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ വഴി തന്നെ, വന്ന വഴി തന്നെ തിരിച്ചിറങ്ങാം കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട് ഗൈസ്. എനിക്കതായാലും ഇവിടെ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് വേഗം പോകട്ടോ. ട്രെയിൻ ഇപ്പോൾ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവും. നമുക്കേതായാലും വണ്ടി കത്തിച്ചങ്ങ് വിടാം. ഞാനിവിടെ നല്ല സ്പീഡിലാണ് പോണേ. ട്രെയിൻ എങ്ങാനും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ട്രെയിൻ അത്യാവശ്യം സ്പീഡുണ്ടാവും. ഓക്കെ ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടുണ്ട്. ഇനി ട്രെയിനിൻ്റെ കാര്യത്തിലും മേടിക്കണ്ട, പോലീസുകാരുടെ കാര്യത്തിലും മേടിക്കണ്ട. നമുക്കിനി നേരെ വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോവാം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.